പത്താം ക്ലാസ്സിലെ ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിസിക്സിലെ 6ാമത്തെ അധ്യായമാണ് നമ്മളിന്നിവിടെ തുടങ്ങുന്നത്. കാഴ്ചകളുടെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു യൂണിറ്റാണ് 6ാമത്തെ യൂണിറ്റ്. 5ാമത്തെ യൂണിറ്റിൽ നിങ്ങൾ അപവർത്തനവും അപവർത്തനത്തിൻ്റെ ആപ്ലിക്കേഷൻസും അതിൻ്റെ പ്രായോഗികതയും എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ നിത്യജീവിതത്തിൽ അപവർത്തനം എന്ന പ്രതിഭാസം നാം പലപ്പോഴും പ്രയോജനപ്പെടുന്നുണ്ട്. റിഫ്രാക്ഷൻ എന്ന ഫിനോമിനൻ നമ്മൾ ദിവസവും പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അപവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. വി ഡോണ്ട് തിങ്ക് അബൌട്ട് ദ റിഫ്രാക്ഷൻ, ബട്ട് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ മെനി വേയ്സ് ഇൻ ആൻഡ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും നമ്മളറിയാതെ അപവർത്തനം പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്, അനുഭവിക്കുന്നുമുണ്ട്. അതിലേക്കൊക്കെ നമുക്കൊന്ന് കടക്കാം. കഴിഞ്ഞ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചു, കോൺവെക്സ് ലെൻസിൽ പ്രകാശരശ്മികൾ വന്ന് പതിച്ചാൽ ആ പ്രകാശരശ്മികളെ ലെൻസ് സംരചിപ്പിക്കും, കൺവേർജ് ചെയ്യിപ്പിക്കും എന്ന് നിങ്ങൾ പഠിച്ചു. ഒരു കോൺവെക്സ് ലെൻസിന് യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാപ്രതിബിംബവും ഉണ്ടാക്കാൻ കഴിയും എന്നും നിങ്ങൾ പഠിച്ചു. യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ ഒരു സ്ക്രീനിൽ കിട്ടുമെന്നും മിഥ്യാപ്രതിബിംബമാണെങ്കിൽ ഒരു സ്ക്രീനിൽ കിട്ടില്ല എന്ന് നിങ്ങൾ പഠിച്ചു. യു ഓൾസോ ഹാവ് ലേൺ ദാറ്റ് എ കോൺവെക്സ് ലെൻസ് ക്യാൻ ഗീവ് റൈസ് ടു റിയൽ ഇമേജ് ആസ് വെൽ ആസ് വെർച്വൽ ഇമേജ്. എ റിയൽ ഇമേജ് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ വൈൽ എ വെർച്വൽ ഇമേജ് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. ഇതൊക്കെ നമ്മൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന നോക്കാം. നമുക്ക് ദൈവം തന്ന ഒരു മഹത്തായ ദാനം തന്നെയാണ് നമ്മുടെ കണ്ണ്. ആ കണ്ണിൻ്റെ ഒരു ചെറിയ മോഡൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. കണ്ണിൻ്റെ ഒരു മെയിൻ ഭാഗമാണിത്. ഇതിനെ നമ്മൾ നേത്രഗോളം എന്ന് പറയും. എന്താ പറയുക? നേത്രഗോളം. ഒരു ഓൾമോസ്റ്റ് സ്ഫെറിക്കലാണിത്. ഐബോൾ, ഇംഗ്ലീഷിൽ ഐബോൾ എന്ന് പറയും. ഈ ഐബോൾ ഇങ്ങനെ ഒരു ഗോള ആകൃതിയാണ്. അതിന് മുന്നിൽ ഈ ഭാഗത്ത് കോർണിയ എന്നൊരു ഭാഗമുണ്ട്. ഇവിടെ ഒരു സിലിയറി മസിൽസും ഉണ്ട്. ഇനി ഇത് ഞാനൊന്ന് പൊളിച്ച് കാണിക്കുകയാണെങ്കിൽ ഇത് കണ്ണിനകത്ത് ഇങ്ങനൊരു ഗോളഭാഗമുണ്ട്. ഇതിനെ ഇനിയും വീണ്ടും തുറന്നാൽ ഇവിടെ നിങ്ങൾക്കിത് ഒരു കോൺവെക്സ് ആകൃതിയിലൊരു സാധനം കാണുന്നു. ഇത് ഒരു കോൺവെക്സ് ലെൻസാണ്. ഈ കോൺവെക്സ് ലെൻസ് ഈ നേത്രഗോളത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്നുണ്ട്. നമ്മൾ വസ്തുക്കളെ നോക്കുമ്പോൾ ഈ കോർണിയയും കടന്ന് ലെൻസും കടന്ന് അകത്തോട്ട് വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ സംരചിക്കപ്പെടുന്നു. കണ്ണിൻ്റെ ഏകദേശം ബാക്ക് ഭാഗത്ത് ഇവിടെ, ഇതിൻ്റെ ഞാനിവിടെ പുറഭാഗമാണ് തൊട്ട് കാണിച്ചത്, ഇതിൻ്റെ ഒരു ഉൾഭാഗമാണ് റെറ്റിന. നമ്മൾ വിവിധ വസ്തുക്കളിൽ നോക്കുമ്പോൾ വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ കോൺവെക്സ് ലെൻസിൽ പതിക്കും. കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും? ഇതിനെ വിഭ്രജിപ്പിക്കുമോ അതോ സംരചിപ്പിക്കുമോ? യെസ്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. സംരചിപ്പിക്കും, കൺവേർജ് ചെയ്യിപ്പിക്കും. ഈ കൺവേർജ് ചെയ്യുന്ന പ്രകാശരശ്മികൾ ഒരു സാധാരണ രീതിയിലുള്ള കണ്ണിന്, ആരോഗ്യമുള്ള ഒരു കണ്ണിനാണെങ്കിൽ ആ പ്രതിബിംബം റെറ്റിനയിൽ തന്നെ ഉണ്ടാകും. ആ റെറ്റിനയിൽ പ്രതിബിംബം ഉണ്ടാകുമ്പോൾ റെറ്റിന ഇമ്പൾസുകൾ ഉണ്ടാവുകയും ആ ഇമ്പൾസുകളെ ഈ ഓപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് അയക്കുകയും ബ്രെയിൻ ഈ
ഇമ്പൾസുകളെ പരിശോധിച്ച് കണ്ടു എന്ന ഒരു അനുഭവം നമ്മളിൽ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ when light falls on objects, the objects will reflect some light, and this reflected light reaches the lens. Through the lens, the light passes. The lens being convex converges the rays of light and makes an image to fall on the retina. The retina will produce impulses, and these impulses are transmitted to the brain through the optic nerve. The brain will interpret these impulses and give us the sensation of vision. ഇതാണ് കണ്ണിൻ്റെ പ്രവർത്തനം. നിങ്ങളിത് 3 ചിത്രങ്ങൾ കാണുന്നു. കണ്ണിൽ പ്രതിബിംബമുണ്ടാകുന്നതിൻ്റെ 3 ചിത്രങ്ങൾ കാണുന്നു. ഇതിലേതാണ് ആരോഗ്യമുള്ള കണ്ണ് റെറ്റിനയിൽ ഇമേജ് തരുന്ന യഥാർത്ഥ ചിത്രം? ഒന്നാമത്തെ ആണോ, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ? ആലോചിക്കൂ. അല്ല, പിന്നെ നിങ്ങൾ പിന്നെ പറയാതെ ഞാൻ ആര് പറയാനാണ്? വെരി ഗുഡ്. മൂന്നാമത്തെ ചിത്രം ശരി എന്ന് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. വെൽ ആൻഡ് ഗുഡ്. അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശരശ്മികൾ കൺവെർജ് ചെയ്ത് റെറ്റിനയിൽ തന്നെ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മറ്റ് 2 ചിത്രങ്ങളിലും നോക്കൂ, ഇമേജ് റെറ്റിനയിലാണോ? അല്ലല്ലോ. അപ്പോൾ ശരിയായ ആരോഗ്യമുള്ളൊരു കണ്ണിൻ്റെ ശരിയായ കാഴ്ചയുടെ ശരിയായ ചിത്രം മൂന്നാമത്തെ ചിത്രമാണ്. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഈ ലെൻസിൻ്റെ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്ന ഈ ഭാഗം വായിക്കാനായിട്ട് ഞാനിങ്ങനെ കണ്ണിൽ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. നിങ്ങളും ഇതുപോലെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. എടുത്തല്ലോ. കണ്ണിനോട് ചേർത്ത് പിടിക്കൂ, വായിക്കൂ. പറ്റിയില്ല അല്ലേ? പരാജയപ്പെട്ടു അല്ലേ? കുറച്ച് പരാജയമൊക്കെ അറിയുന്ന നല്ലതാണ്. ഇനി ബുക്ക് കുറേശ്ശെ മുമ്പോട്ട് നീക്കി പിടിക്കൂ. അങ്ങനെ നീക്കി പോകുമ്പോൾ വ്യക്തമായി കാഴ്ച തരുന്ന ഒരു പോയിന്റിലെത്തുമ്പോൾ ബുക്കിൻ്റെ ചലനം നിർത്തും. ഇങ്ങനെ നിങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നീക്കി ഒരു ബിന്ദുവിലെത്തിയപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാഴ്ച കാണാൻ കഴിയുന്നില്ലേ? യെസ്, കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ കണ്ണിന് ഏറ്റവും നന്നായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ബിന്ദുവിന് നിയർ പോയിൻ്റ് എന്നാണ് പറയുക. എന്താ പറയുക? യെസ്, കറക്റ്റ്, നിയർ പോയിൻ്റ്. ഇനി നിങ്ങൾ ഈ ബിന്ദുവും നിങ്ങളുടെ കണ്ണും തമ്മിലുള്ള ദൂരം ഒരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കൂ. കണ്ണടകളൊന്നും ഉപയോഗിക്കാത്ത കുട്ടിയാണെങ്കിൽ ഈ ദൂരം ഏകദേശം 25 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇപ്പോൾ എനിക്കൊക്കെ 25 കിട്ടില്ല, കാരണം ഞാൻ കണ്ണടയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, കണ്ണിന് വൈകല്യമുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 25 കിട്ടി. അപ്പോൾ നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന് നന്നായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ബിന്ദുവാണ് നിയർ പോയിൻ്റ്. ദി നിയറസ്റ്റ് പോയിൻ്റ് ദാറ്റ് ക്യാൻ ബി ക്ലിയർലി സീൻ ബൈ എ നോർമൽ ഐ, ദാറ്റ് ഈസ് എ നിയർ പോയിൻ്റ്. നോർമൽ അല്ലാത്ത വൈകല്യമുള്ള ഐകൾക്ക് നിയർ പോയിൻ്റ് ഉണ്ട്. അത് ചിലർക്ക് 25 കുറവായിരിക്കും, ചിലർക്ക് 25 കൂടുതലായിരിക്കും. അത് കണ്ണിൻ്റെ വൈകല്യം അനുസരിച്ചിരിക്കും. The nearest point that is clearly visible to a human eye is the near point. Normally it is at a distance of 25 centimeter from the eye. But if the eye has certain defects, it may be less than 25 or more than 25. That depends on the nature of defects your eye is having. നിങ്ങൾ പുസ്തകമൊക്കെ താഴെ വെച്ച് സന്തോഷമായില്ലേ? പഠിക്കേണ്ട ബുക്ക് താഴെ വെച്ചു. കളിക്കാൻ വേണ്ടി അല്ല കേട്ടോ. ഇനി ജനൽ വഴി വെളിയിൽ നോക്കിയേ. ദൂരെയുള്ള കാഴ്ച കാണുന്നില്ലേ? ബുക്കിൽ നോക്കൂ. ബുക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? ശരി, വീണ്ടും ജനലിൽ കൂടെ വെളിയിൽ നോക്കൂ. കാണുന്നുണ്ടല്ലേ? രാത്രി ആകാശത്ത് നോക്കിയിട്ടുണ്ടോ? അവിടെ ആരെയൊക്കെ കാണാറുണ്ട്? നമ്മുടെ ചന്ദ്രമാമനെ കാണാറുണ്ടല്ലേ? നക്ഷത്രങ്ങളെ കാണാറില്ലേ? ഉണ്ടല്ലോ. ഇതൊക്കെ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈ നക്ഷത്രങ്ങളെ വരെ നിങ്ങൾ കാണുന്നു അല്ലേ? അപ്പോൾ ദ ഫാർദസ്റ്റ് പോയിൻറ്റ് ക്ലിയർലി വിസിബിൾ ടു എ ഹ്യൂമൻ ഐ ഈസ് കോൾഡ് ഫാർ പോയിൻറ്റ്. നിങ്ങളുടെ നേത്രത്തിന് ഇങ്ങനെ ദൃഷ്ടിഗോചരമായ നന്നായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദു, അതിനെ വിളിക്കുന്ന പേരാണ് ഫാർ പോയിൻറ്റ്. The farthest point that is clearly visible to a normal human eye is called far point. For a normal human eye, it is at infinity.
കണ്ണിന് വൈകല്യമുള്ളവർക്ക് ഈ നിയർ ഫാർ പോയിൻ്റ് അടുത്തോ അകലെയോ ആയിരിക്കാം. ഇനി നേരത്തെ കാണിച്ച ആ 3 ചിത്രങ്ങളിൽ നിന്ന് ശരിയായിട്ട് കാണിച്ച മൂന്നാമത്തെ ആണെന്ന് പറഞ്ഞല്ലോ. ഇതാ ഒന്നുകൂടെ നോക്കൂ, ആ ചിത്രം മൂന്നാമത്തെയാണ് ശരിയായതല്ലേ. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലെൻസ് സമവാക്യത്തിൽ യുവും വിയും എഫും ചേർത്ത് വി ഇസ് ഇക്വൽ ടു യു എഫ് ഭാഗം യു പ്ലസ് എഫ്, വി ഇസ് ഇക്വൽ ടു യു എഫ് അപ്പോൺ യു പ്ലസ് എഫ് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യു മാറുമ്പോൾ സാധാരണഗതിയിൽ ഒരു ലെൻസിൻ്റെ മുമ്പ് ഒരു വസ്തു വെച്ച് യുവിൻ്റെ വില, അതായത് ലെൻസും വസ്തുവും തമ്മിലുള്ള ദൂരം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ ഒബ്ജക്റ്റ്, അത് മാറ്റുന്നില്ല എങ്കിൽ ഇമേജിൻ്റെ സ്ഥാനവും മാറുന്നില്ല. പക്ഷേ നിങ്ങൾ ലെൻസിന് മുമ്പ് വച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം മാറ്റുകയാണെങ്കിൽ ഇമേജിൻ്റെ സ്ഥാനം മാറില്ലേ? വോണ്ട് ദ ഡിസ്റ്റൻസ് ടു ഇമേജ് ചേഞ്ച് വെൻ ദ ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് ചേഞ്ചസ്? യെസ്. നിങ്ങളുടെ യെസ് എന്ന ഉത്തരം ശരി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ അടുത്തുള്ള വസ്തുക്കളായിരിക്കാം നോക്കുന്നത്, ചിലപ്പോൾ അങ്ങ് അകലെയുള്ള, വളരെ അകലെയുള്ള വസ്തുവായിരിക്കാം നോക്കുന്നത്. പക്ഷേ നിങ്ങൾ അടുത്ത് നോക്കുമ്പോഴും ദൂരെ നോക്കുമ്പോഴും ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? യെസ്, എ വണ്ടർഫുൾ വിഷൻ. യു ക്യാൻ സീ ദ നിയറസ്റ്റ് പോയിന്റ്, യു ക്യാൻ സീ ഫാർ പോയിന്റ്, യു ക്യാൻ സീ ഒബ്ജക്റ്റ് അറ്റ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ്. പല ദൂരങ്ങളിലുള്ള വസ്തുക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സാധ്യമാവുന്നത്? സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു വി ഇസ് ഇക്വൽ ടു യു എഫ് ഭാഗം യു പ്ലസ് എഫ്. അപ്പോൾ യു മാറുമ്പോൾ എഫ് കൂടെ മാറിയാൽ വിയുടെ വില മാറാതിരിക്കും. വിയുടെ വില മാറാതിരിക്കണമെങ്കിൽ യു മാറുന്നതിനനുസരിച്ച് എഫ് കൂടി മാറണം. എഫ് മാറാതെ യു മാത്രം മാറിയാൽ വി മാറും. അതായത് ഫോക്കൽ ലെന്ത് സ്ഥിരമായിരിക്കുമ്പോൾ വസ്തുവിലേക്കുള്ള ദൂരം മാറുന്നതിനനുസരിച്ച് പ്രതിബിംബത്തിൻ്റെ ദൂരവും മാറും. അത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പരീക്ഷണങ്ങളിൽ കൂടി കണ്ടതാണ്. ആ വസ്തുവിൻ്റെ ദൂരം മാറുന്നതനുസരിച്ച് ഇമേജിൻ്റെ ദൂരം മാറിയ കാരണം എന്താ? ലെൻസിൻ്റെ ഫോക്കൽ ലെന്തിന് മാറ്റമില്ല. ലെൻസിൻ്റെ ഫോക്കൽ ലെന്തിന് മാറ്റമില്ല. ഇനി ഇവിടെ ഞാനിതാ ഒരു പരീക്ഷണത്തിലോട്ട് നിങ്ങൾ നയിക്കാം. ഇവിടെ സ്കെയിൽ വെച്ച് ഞാനൊരു നീണ്ട വര വരച്ചിട്ടുണ്ട്. ഒരു ബിന്ദു ഇവിടെ അടയാളപ്പെടുത്തി അവിടെ സ്ക്രീൻ വയ്ക്കുന്നു. സ്കെയിൽ വെച്ച് അളന്ന് 40 സെൻറ്റിമീറ്റർ ദൂരം അളന്ന് അടയാളപ്പെടുത്തി. ഐ ഹാവ് മാർക്ക്ഡ് എ പോയിൻറ്റ് 40 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സ്ക്രീൻ. ഇനി ആ പോയിന്റിൽ നിന്ന് ഇത് 13 സെൻറ്റിമീറ്റർ. ഇനി ഈ ബിന്ദുവിൽ നിന്ന്, അതായത് ഇവിടെയാണ് ഞാൻ ലെൻസ് വയ്ക്കാൻ പോകുന്നത്, ആ ലെൻസ് വയ്ക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് 24 cm ദൂരം അളന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് 80 സെൻറ്റിമീറ്റർ ദൂരവും അളന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാനിത് ലെൻസ് സ്റ്റാൻഡ് ഇവിടെ വച്ചു. എന്നിട്ട് ഈ മെഴുതിരി കത്തിക്കുകയാണ്. നോക്ക്, മെഴുതിരി കത്തിക്കുകയാണ്. ഈ മെഴുതിരി ഇങ്ങനെ കത്തിച്ച് വസ്തുവായിട്ട് ഞാനിതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാ സ്ക്രീനും ലെൻസ് സ്റ്റാൻഡും തമ്മിലുള്ള ദൂരം 40 cm ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെൻസും വസ്തുവും, അതായത് കത്തുന്ന മെഴുതിരിയും തമ്മിലുള്ള ദൂരം 13 സെൻറ്റിമീറ്റർ ആക്കി. ഇവിടെ ഞാൻ ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുകയാണ്. ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ എഴുതിയിരിക്കുന്നത് കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രയാണ്? 20 സെൻറ്റിമീറ്റർ അല്ലേ? ഈ ലെൻസ് ഞാൻ കവറിൽ നിന്ന് പുറത്തെടുത്ത് ഈ ലെൻസ് സ്റ്റാൻഡിൽ വച്ചു. അയ്യോ, പ്രതിബിംബം കിട്ടിയില്ല. അപ്പോൾ എന്തു ചെയ്യും? ലെൻസിൻ്റെ സ്ഥാനം മാറ്റാമെന്ന് പറഞ്ഞു അല്ലേ? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ലെൻസിൻ്റെ സ്ഥാനം മാറ്റിയാൽ എനിക്ക് സ്ക്രീനിൽ പ്രതിബിംബം കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെയ്യുന്ന പരീക്ഷണത്തിലെല്ലാം എനിക്ക് ലെൻസിൽ നിന്ന് 40 cm അകലെയുള്ള സ്ക്രീനിൽ തന്നെ പ്രതിബിംബം ലഭിക്കണം. ഇതാ ലെൻസ് സ്റ്റാൻഡിൽ നിന്ന് 13 cm ദൂരത്തിൽ ഒരു മെഴുതിരി കത്തിച്ച് വെച്ച് വസ്തുവാക്കിയിട്ടുണ്ട്.
40 cm ദൂരത്തിൽ സ്ക്രീൻ വച്ചിട്ടുണ്ട്. I have placed an object at a distance 13 cm from the lens stand and a screen at a distance 40 cm from the lens stand. എനിക്ക് ഈ മെഴുകുതിരിയുടെ പ്രതിബിംബം ഈ സ്ക്രീനിൽ ലഭ്യമാക്കണം. ഞാൻ ലെൻസ് ഇവിടെ വച്ചു. അയ്യോ പണിപാളിയല്ലോ. എന്താ പണിപാളിയത്? ഇമേജ് സ്ക്രീനിലല്ല. പറയൂ, എന്ത് ചെയ്താൽ എനിക്ക് ഇമേജ് സ്ക്രീനിൽ ലഭ്യമാക്കാൻ സാധിക്കും? നിങ്ങൾ പറഞ്ഞാൽ ഉത്തരം ശരിയാണ്. ലെൻസിൻ്റെ സ്ഥാനമോ വസ്തുവിൻ്റെ സ്ഥാനമോ മാറ്റി ക്രമീകരിച്ച പ്രതിബിംബം കിട്ടും. പക്ഷെ എനിക്കിപ്പോൾ ഈ വസ്തുവും ലെൻസും തമ്മിലുള്ള ദൂരം 13 cm തന്നെ വേണം. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം 40 cm തന്നെ വേണം. എന്ത് ചെയ്യണം? അല്ല പിന്നെ നിങ്ങൾ പറഞ്ഞ ഉത്തരം അത് തന്നെയാണ്. അത് തന്നെയാണ് അതിലെ തമാശ. ഈ ലെൻസ് മാറ്റിയിട്ട് ഫോക്കൽ ലെന്ത് വ്യത്യാസമുള്ള വേറെ ലെൻസ് വെച്ച് നോക്കണം. ഇതാ വയ്ക്കുന്നു ഞാൻ. നിങ്ങൾക്ക് കാണാം, ഇതാ ഒരു ലെൻസ്. ഇവൻ്റെ ഫോക്കൽ ലെന്ത് 15 cm. 15 cm ഈസ് ദ ഫോക്കൽ ലെന്ത് ഓഫ് ദിസ് ലെൻസ്. ഇതാ ഈ ലെൻസ് നോക്കൂ. ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 15 cm ആണ്. 15 cm ഫോക്കൽ ലെന്തുള്ള ലെൻസാണ് ഉപയോഗിച്ചത്. ഇതെടുത്ത് ഞാൻ ലെൻസ് സ്റ്റാൻഡിൽ വെച്ചു. നല്ല പ്രതീക്ഷയോടെയാണ് ഞാൻ വെച്ചത്. എന്തിനാ? പ്രതിബിംബം കിട്ടാൻ. ഇത്തവണയും പണി പാളി. പ്രതിബിംബം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഈ ലെൻസ് മാറ്റി വേറെ ലെൻസ് വെച്ച് നോക്കണമല്ലേ? മാറ്റാം. ഞാനിവിടെ 10 cm ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുകയാണ്. ഈ ലെൻസ് ലെൻസ് സ്റ്റാൻഡിൽ വെച്ചു. ഇത് നോക്കൂ, ഞാൻ സ്ക്രീൻ ശകലം ഒന്ന് പൊക്കി പിടിക്കേണ്ടി വരുന്നു. ദൂരം മാറ്റിയില്ല. അത് അവിടെ തന്നെ പൊക്കി പിടിച്ചപ്പോൾ പ്രതിബിംബം ഇമേജ് സ്ക്രീനിൽ കിട്ടിയല്ലേ? അപ്പോൾ ഈ 10 cm ഫോക്കസ് ദൂരമുള്ള ലെൻസ് വസ്തുവിൽ നിന്ന് 13 cm ദൂരെ വെച്ചപ്പോൾ ഒരു യഥാർത്ഥ പ്രതിബിംബം 40 cm ദൂരത്തിൽ ലഭിച്ചു. അപ്പോൾ ഇവിടെ U 13 F 10 V 40. ഇനി എൻ്റെ അടുത്ത പരീക്ഷണം ഇതാണ്. ഈ ലെൻസും സ്ക്രീനും തമ്മിലുള്ള ദൂരം മാറരുത്. ദ ഡിസ്റ്റൻസ് ഫ്രം ലെൻസ് ടു ദ സ്ക്രീൻ ഷുഡ് നോട്ട് ചേഞ്ച്. ബട്ട് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം മാറ്റണം. വസ്തുവിലേക്കുള്ള ദൂരം മാറ്റുകയും വേണം. പ്രതിബിംബം ഇവിടെ കിട്ടുകയും വേണം. ഞാനിത് മെഴുകുതിരി ഇവിടെ ഇളക്കി 24 cm ദൂരമുള്ള സ്ഥലത്ത് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ മെഴുകുതിരി ഉറപ്പിച്ചു. ഇവിടെ ഒരു ലെൻസ് ഇരിപ്പുണ്ട് 10 cm. പ്രതിബിംബം ഇമേജ് സ്ക്രീനിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? ഞങ്ങൾ നേരിട്ട് തവണ പറഞ്ഞു, ലെൻസ് മാറ്റണം. അത് തന്നെ. ഞാൻ ഈ ലെൻസ് മാറ്റുകയാണ്. ഇനി 15 cm ഫോക്കസ് ദൂരമുള്ള ലെൻസ് എടുത്തു, വയ്ക്കുകയാണ്. വച്ചതേ ഉള്ളൂ. പ്രതിബിംബം ക്ലിയറായിട്ട് സ്ക്രീനിൽ കിട്ടി. സന്തോഷമായില്ലേ? ആദ്യം പാടുപെടാതെ കിട്ടി. ഇതൊക്കെ നിങ്ങൾ ചെയ്താലും കിട്ടും. ഈ പരീക്ഷണങ്ങൾക്കൊന്നും ആരുടെയും മേൽനോട്ടം ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ വസ്തുവിലേക്കുള്ള ദൂരം 13 നിന്ന് 24 മാറ്റിയപ്പോൾ സ്ക്രീൻ മാറിയില്ല. പക്ഷേ ലെൻസ് മാറ്റേണ്ടി വന്നു. ലെൻസിൻ്റെ ഫോക്കസ് ദൂരം ഇത്തവണ നിങ്ങൾ ഞാൻ കാണിച്ച പോലെ 15 ആണ്. Now when I keep the distance of the object from the lens from 13 to 24 cm, the image is still on the screen. It is a real and inverted image, but the focal length of the lens is changed from 10 to 15. ഇനി എനിക്കൊരു മോഹം, ഈ വസ്തുവിൻ്റെ ദൂരം ഇപ്പോൾ 24 cm ആണ്. അത് മാറ്റി 40 cm ആക്കണം. 40 cm അടയാളപ്പെടുത്തിയെടുത്ത് മെഴുകുതിരി വയ്ക്കുകയാണ് ഞാൻ. ഇപ്പോൾ പ്രതിബിംബം സ്ക്രീനിൽ കിട്ടുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് ദ ഇമേജ് ഓൺ ദ സ്ക്രീൻ? കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ പിന്നെ എന്താ ചെയ്യുക?
നിങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ എന്താ ചെയ്യുന്നു, ലെൻസ് നമുക്ക് മാറ്റാം, അതേ വഴിയുള്ളൂ ഇപ്പം. കാരണം എനിക്ക് യു 40 cm തന്നെ വേണം, വിയും 40 cm തന്നെ വേണം. അതിനായി ഞാനിതാ അടുത്ത ലെൻസ് എടുക്കുന്നു. ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 10 നമ്മൾ നേരത്തെ ഉപയോഗിച്ചതാണ്. 10 ലെൻസ് വച്ചു. ഡിഡ് യു ഗെറ്റ് ആൻ ഇമേജ് ഓൺ ദ സ്ക്രീൻ? സ്ക്രീനിൽ പ്രതിബിംബം ലഭിച്ചോ? ഇല്ല. അപ്പോൾ ഇത് മാറ്റി ഇനി 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസ് വയ്ക്കുകയാണ്. ഇവിടെ വച്ചു. ഇതാ നോക്കൂ, ആ മയിലയുടെ ജ്വാലയുടെ അതേ വലിപ്പത്തിലുള്ള ഒരു പ്രതിബിംബം ഇവിടെ കിട്ടുന്നുണ്ട്. Now the object is at a distance 40 centimeter from the lens, and now the image is exactly on the screen which is kept 40 cm away from the lens. ഇത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതല്ലേ. ഇത് ലെൻസ് ഫോക്കസ് ദൂരം 20 ആകുമ്പോൾ 40 എന്ന് പറയുന്ന 2f ആണ്. അപ്പോൾ 2fൽ വസ്തു വെച്ചാൽ 2fൽ തന്നെ പ്രതിബിംബം കിട്ടണം. അത് വസ്തുവിൻ്റെ അതേ വലിപ്പമായിരിക്കണം. ആ വലിപ്പം കിട്ടുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. യഥാർത്ഥവും തലകീഴായതുമായിരിക്കണം. ഇത് യഥാർത്ഥമാണ്, തലകീഴായതാണ്. ഇറ്റ് ഈസ് എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. ആൻഡ് 2fൽ തന്നെ 40 സെൻറ്റിമീറ്റർ തന്നെ പ്രതിബിംബവും ലഭിച്ചു. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ നിങ്ങൾ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എത്താവുന്ന ഒരു പൊതു നിഗമനം എന്താണ്? വരട്ടെ, പറയുന്നുണ്ടല്ലോ. വെരി ഗുഡ്. നമുക്ക് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം ലെൻസിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ തന്നെ തുടർച്ചയായിട്ട് കിട്ടണമെങ്കിൽ വസ്തുവിൻ്റെ ദൂരം മാറുന്നതിനനുസരിച്ച് ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് മാറണം. റിപ്പീറ്റ്. ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം ഒരു ലെൻസിൽ നിന്നും ഒരു കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസിൽ, ഒരു സ്ഥിര ദൂരത്തിൽ തന്നെ കിട്ടണമെങ്കിൽ യു മാറുന്നതിനനുസരിച്ച്, വസ്തുവിലേക്കുള്ള ദൂരം മാറുന്നതിനനുസരിച്ച് ഫോക്കസ് ദൂരം മാറണം. അതിനാണ് നമ്മൾ പല ലെൻസുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ചത്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് നൗ ദാറ്റ് ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജെക്ട് ഫ്രം ദ ലെൻസ് ചേഞ്ചസ് ആൻഡ് ഇഫ് യു വാണ്ട് the image to come at the constant distance itself, then proportional to change in the value of u, there must be a change in the value of focal length. u മാറുന്നതിനനുസരിച്ച് എഫിൻ്റെ വില മാറണം. In accordance with the change in the value of u, the f should change if v should be a constant. വസ്തുവിലേക്കുള്ള ദൂരം മാറുന്നതിനനുസരിച്ച് പ്രതിബിംബം ആ കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസിൽ, ഒരു സ്ഥിര ദൂരത്തിൽ തന്നെ ലഭ്യമാകണമെങ്കിൽ ഫോക്കൽ ലെന്ത് മാറിക്കൊണ്ടിരിക്കണം. അതിനാണ് ഞാൻ ഈ എക്സ്പെരിമെൻ്റ് കാണിച്ചത്. സംശയം വല്ലതും ഉണ്ടോ ചോദിക്കൂ. നല്ല ചോദ്യം. എന്താ മാഷ് ഇവിടെ ഈ കോൺവെക്സ് ലെൻസ് മാത്രം ഉപയോഗിച്ചു, എന്തുകൊണ്ട് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചില്ല അല്ലേ? അതാണ് നിങ്ങളുടെ ചോദ്യം. ശരിയാണ്, നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചതാണല്ലോ. ഒരു കോൺകേവ് ലെൻസ് വെച്ചാൽ അതിന് മുൻപിൽ ഏത് ദൂരത്തിൽ വസ്തു വെച്ചാലും ഒരു മിഥ്യാ പ്രതിബിംബം മാത്രമേ ലഭിക്കൂ. യു വിൽ ഗെറ്റ് ഓൺലി എ വെർച്വൽ ഇമേജ് ആൻഡ് ദാറ്റ് ഇമേജ് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. അത് വെർച്വൽ ആയതുകൊണ്ട്, മിഥ്യ ആയതുകൊണ്ട് സ്ക്രീനിൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ആശയം മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് കോൺവെക്സ് ലെൻസ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അപ്പോൾ നിങ്ങളുടെ കണ്ണിലെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ആണ്, കോൺകേവ് ആണോ? കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കോൺവെക്സ് ആണല്ലേ. യെസ്, ഗുഡ്. എന്തുകൊണ്ട് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നില്ല? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ നമ്മുടെ ഇമേജ് റെറ്റിനയിൽ കിട്ടണം. അതൊരു സ്ക്രീൻ പോലെയാണ്, ഒരു സ്ക്രീൻ പോലെയാണ് റെറ്റിന. ഇമേജ് റെറ്റിനയിൽ ചെല്ലണം. കോൺകേവ് ലെൻസ് വെച്ചാൽ ഇമേജ് റെറ്റിനയിൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് കണ്ണിലെ ലെൻസ് കോൺകേവ് പറ്റില്ല, കോൺവെക്സ് ലെൻസ് തന്നെ വേണം. അപ്പോൾ ഇവിടെ ഇനി ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ തീപ്പെട്ടി എടുത്ത് ഇത് വായിക്കാൻ വേണ്ടി ഞാൻ അടുത്ത് പിടിച്ചു. ഇപ്പോൾ യുവിന് ഒരു ചെറിയ ദൂരമുണ്ട്.
എൻ്റെ കണ്ണിലെ ലെൻസ് വഴി റെറ്റിനയിൽ ഇതിൻ്റെ ഇമേജ് ഉണ്ടാവണം. ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് എനിക്കിപ്പം സേഫ്റ്റി മാച്ചസ് എന്ന വാക്ക് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഇത് കുറച്ചുകൂടെ ദൂരത്തിൽ ഞാൻ പിടിച്ചു. ഇപ്പോഴും ഞാൻ വായിക്കുന്നു അതിൽ സേഫ്റ്റി മാച്ചസ്. കാണാൻ പഠിച്ച് പറഞ്ഞതല്ല കേട്ടോ, അതിൽ കാണാം എനിക്ക്. ഇനിയും ദൂരെ ഇതാ കാണാം. എനിക്കിപ്പോൾ നിങ്ങളെയും കാണാം, അടുത്തുള്ള വസ്തുവിനെ കാണാം, അകലെയുള്ള വസ്തുവിനെ കാണാം. ഐ ക്യാൻ സീ നിയറർ ഒബ്ജക്ട്സ് ക്ലിയർലി ആൻഡ് ഐ ക്യാൻ സീ ദ ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ഓൾസോ ക്ലിയർലി. എന്തുകൊണ്ട്? യെസ്, നിയർ പോയിൻ്റ് നോക്കിയാലും ഫാർ പോയിൻ്റിൽ നോക്കിയാലും മോഡറേറ്റ് ഡിസ്റ്റൻസിലുള്ള വസ്തുവിൽ നോക്കിയാലും കാഴ്ച എന്ന അനുഭവം സാധ്യമാകണമെങ്കിൽ ഇമേജ് റെറ്റിനയിൽ തന്നെ ലഭിക്കണം. The image should be always on the retina if we should feel the sensation of vision. അപ്പോൾ ഞാൻ നിയർ പോയിൻ്റ് നോക്കുമ്പോൾ യു കുറവാണ്, ഫാർ പോയിൻ്റ് നോക്കുമ്പോൾ യു വളരെ കൂടുതലാണ്, അല്പം അകലെയുള്ള നോക്കുമ്പോൾ യുവിൻ്റെ വില കൂടുന്നു. ഈ യുവിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് കണ്ണിൻ്റെ കോൺവെക്സ് ലെൻസിന് ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് മാറ്റിക്കൊണ്ടിരിക്കാൻ കഴിവുണ്ട് സിലിയറി മസിൽസിൻ്റെ സഹായത്തോടെ. The convex lens in the eye is capable of changing its focal length by itself with the help of the ciliary muscles. നിങ്ങൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഈ സിലിയറി മസിൽസ് എല്ലാം കൊണ്ട് ചുരുങ്ങി ലെൻസിൻ്റെ വക്രത കൂട്ടും. ആ ലെൻസിൻ്റെ വക്രത കൂട്ടി ഫോക്കസ് ദൂരം കുറയ്ക്കും. അപ്പോൾ when you look at near objects clearly, the ciliary muscles are contracting, the curvature of the lens decreases and the image will be on the retina itself. When you look at a distant object, നിങ്ങൾ ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സിലിയറി മസിൽസ് വിശ്രമാവസ്ഥയിലാണ്. അങ്ങ് വിശ്രമാവസ്ഥ എന്നാൽ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നതല്ല കേട്ടോ, റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഫോക്കസ് ദൂരം കൂടുകയും അതിനനുസരിച്ച് വിയുടെ വില മാറി ഇമേജ് റെറ്റിനയിൽ തന്നെ ലഭ്യമാവുകയും ചെയ്യും. When we look at nearer objects, the ciliary muscles will contract, the radius of curvature of the lens will increase and the focal length will decrease. When we look at a far object, the ciliary muscles are relaxed. The focal length increases and the value and the image will be on the retina itself. ഇങ്ങനെ കണ്ണിന് അതിൻ്റെ ഫോക്കസ് ദൂരം സ്വയം മാറ്റാനുള്ള കഴിവാണ് സമഞ്ചനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ. ഈ പവർ ഓഫ് അക്കോമഡേഷൻ കാരണമാണ് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ ലഭിക്കുന്നത്. അത് നമ്മുടെ കണ്ണിന് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ നിയർ ഒബ്ജക്റ്റിലും ദൂരെ നോക്കിയാലും എവിടെ നോക്കിയാലും വസ്തുക്കളെ കാണാൻ വേണ്ടി കണ്ണിന് തന്നിരിക്കുന്ന അനന്തമജ്ഞാതം അവർണ്ണനീയമായ ഒരു കഴിവാണ് ഈ സമഞ്ചനക്ഷമത. The eye lens is capable of changing its focal length by itself with the help of ciliary muscles when we look at near objects or distant objects. Because of this change in value of F, according to the change in value of U, the value of V does not change and the image is on the retina itself. This is a wonderful ability of the brain and the eye. That is why we can see any objects clearly. പിന്നെ നമുക്ക് ഒരു ഭാഗം ശേഷിക്കുന്നുണ്ടല്ലേ. 3 പടങ്ങൾ കണ്ടതിൽ 2 പടങ്ങളിൽ പ്രതിബിംബം റെറ്റിനയിലല്ല. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. ഇന്നിപ്പോൾ ഒരു അസൈൻമെൻറ്റ്, ഒരു ചോദ്യം എഴുതിക്കോളൂ. ചോദ്യം 1A, നിയർ പോയിൻറ്റിലേക്കുള്ള അകലം എത്രയാണ്? ബി, ഒരു സാധാരണ ആരോഗ്യമുള്ള കണ്ണിന് ഫാർ പോയിൻ്റ് ഏതാണ്? സി, നാം അടുത്തുള്ള വസ്തുക്കളിലും വിദൂര വസ്തുക്കളിലും നോക്കുമ്പോൾ പ്രതിബിംബം റെറ്റിനയിൽ തന്നെ ലഭ്യമാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു നിയർ പോയിൻറ്റ്? ബി, ഫോർ എ നോർമൽ ഹെൽത്തി ഐ where is a far point? C, when we look at different objects, we can see the objects clearly. Explain how this is achieved. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു ശുഭദിനം നേരുന്നു. ഇത് ഇന്ന് തന്നെ പഠിക്കുക.
8 പ്രാവശ്യം വായിക്കുക. 2-3 പ്രാവശ്യമൊക്കെ വായിച്ചാൽ മറന്നുപോകും. 8 പ്രാവശ്യം വായിച്ച് ഇന്ന് തന്നെ പഠിച്ചു തീർത്താൽ നിങ്ങൾ മറക്കില്ല. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, പഠിക്കുമെന്ന് എനിക്കറിയാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നമുക്ക് ഗുഡ് ബൈ പറഞ്ഞ് പിരിയാം. താങ്ക് യു.